അഭിനയിക്കട്ടുള്ളൂ. എനിക്ക് സിനിമയിൽ അഭിനയിക്കുമ്പോൾ ലിപ് ലോക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ജീവിതത്തിൽ നിന്ന് പറഞ്ഞത് എത്ര നടിമാർ കൊണ്ട് ആത്മഹത്യ ചെയ്യണം, അതൊന്നും പറയുന്നുണ്ടല്ലോ. നടി ആക്രമിച്ച കേസ് തന്നെ മീഡിയ കൊണ്ടാണ് പുറത്തു വന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ അണ്ണന് ഒരു വാണിംഗ് തന്നിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്നിട്ട്. അത് കൊടുത്തത് ബാലയാണ്. ആ വാണിംഗ് കാരണം അയാള് ബാലയാണ്. അത് ഇപ്പൊ ആ വാണിംഗ് ഇപ്പൊ ഫോളോ ചെയ്യുന്നുണ്ട് അണ്ണേ. അതെ, എന്നോട് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ചെയ്താൻ പാടില്ല, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ പോലീസ് വിട്ട് അടിക്കുകയോ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒരു വാണിംഗ് തന്നു. അത് അമ്മയിൽ പ്രസന്റ് ചെയ്തതും അവിടെ കൊടുത്തല്ല ബാലയാണ് പറയുന്നത്. എന്നാലും ബാലയെ കുറിച്ചൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല, കാരണം ഇനി അത് വലിയ പ്രശ്നമാണ്. ഇവിടെ സിനിമാക്കാരുടെ കാര്യത്തിൽ പറയാണെങ്കിൽ പലതും പറയേണ്ടി വരും. ജസ്റ്റ് സേവ കമ്മീഷൻ റിപ്പോർട്ട് ഇവിടെ വന്നിട്ട് സ്റ്റേയിൽ നിൽക്കുകയാണ്. അതെല്ലാം 61 പേജാണ് ഡിലീറ്റ് ചെയ്ത് അത് കാണുന്നത്, സ്വകാര്യതയുടെ പേരിലാണ്. ആള് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കാര്യമൊന്നും ഒന്നുമല്ല. ഇവിടെ കമന്റ്സിൽ എന്തൊക്കെ വൃത്തിയിൽ എഴുതി വെക്കുന്നത് ഫാൾസ് ആയിട്ടില്ലോ ഈ ഫേക്ക് ആയിട്ടില്ലോ വന്നിട്ടാണ്. പിന്നെ ഈ പറയുന്ന വ്യക്തികളെല്ലാം ഒരു കാലത്ത് ഒരുപാട് ഹെൽപ്പ് ചെയ്ത ആൾ തന്നെയാണ് ഞാൻ. അതെല്ലാം ആ വ്യക്തി മറന്നു പോവാണ്. നമുക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായതാണ്. എനിക്കും ഇപ്പൊ പല ഇടത്തും കേസുകൾ കൊടുക്കാമായിരുന്നു, ഞാൻ കൊടുക്കാതിരിക്കുകയും ചെയ്ത. ഒരുപാട് നന്മ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഉള്ളിൽ നന്മയുടെ ഇല്ലെന്ന് അടുത്തിട്ട് പോയതൊക്കെ അറിയാം. അധികം കാര്യം ഞാൻ പറയുന്നില്ല. എനിക്കൊരു വാണിംഗ് തന്നു, അത്രയേ ഉള്ളൂ. അത് ആൾക്കാരെ ആഘോഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല പോലീസ് ഇടിക്കുകയും ചെയ്തിട്ടില്ല, ഒരു വാണിംഗ് തന്നു. വാണിങ്ങിന് അണ്ണ അർഹപ്പെട്ടവനാണോ? കാരണം എന്ന് പറഞ്ഞാൽ ഈ നടിമാരെ കുറിച്ചിട്ടാണല്ലോ ഓരോന്നും. ഞാൻ പറഞ്ഞെന്താണ്, ഐസൊലേഷനായിട്ട് സിനിമയിൽ ലിപ് ലോക്ക് ചെയ്യാൻ താല്പര്യമാണ്, അല്ല ജീവിതത്തിലല്ല. അങ്ങനെ ഒരു മീഡിയ എടുത്തിട്ട് ജീവിതത്തിൽ ലിപ് ലോക്ക് ഇത് മീഡിയ വളച്ചൊടിക്കുകയാണ്. പണ്ട് പൃഥ്വിരാജ് പറഞ്ഞു മമ്മൂട്ടിക്ക് സിനിമ ഭ്രാന്താണ്, പക്ഷെ മീഡിയ ഇട്ടത് പൃഥ്വിരാജ് പറഞ്ഞു മമ്മൂട്ടിക്ക് ഭ്രാന്താണ്, സിനിമയിൽ കളഞ്ഞു. ഇതേപോലെ ജീവിതത്തിലല്ല പറഞ്ഞു, സിനിമയിലാണ് പറഞ്ഞു. അതായത് മാറ്റി, ആ വേർഡ് മാറ്റി ഇങ്ങനെ വളച്ചൊടിക്കുകയാണ്. അണ്ണ ഒരു സിനിമ നടന്നല്ലോ ഇങ്ങനെ പറയാം. ഞാൻ സിനിമയിൽ അഭിനയിക്കട്ടുള്ളൂ. എനിക്ക് സിനിമയിൽ അഭിനയിക്കുമ്പോൾ ലിപ് ലോക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ജീവിതത്തിൽ നിന്ന് പറഞ്ഞത് സിനിമയിൽ ചെയ്യുന്നതാണ് പറഞ്ഞത്. അതാരും അത് വളച്ചൊടിച്ചിരിക്കുകയാണ്. അപ്പൊ എന്തൊക്കെ കാര്യം കമന്റ്സിൽ നോക്കി എന്തൊക്കെ ഞാൻ തോന്നുന്നു അന്ന് 100 കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ഇവരെല്ലാം എന്തൊക്കെ കാര്യം ഒപ്പിച്ചോണ്ടിരിക്കുന്നത്. ജസ്റ്റിസ് സേവന റിപ്പോർട്ട് എത്ര നാളെ തുടങ്ങിയിട്ടാണ്. കാസ്റ്റിംഗ് കൗച്ച് ഫിലിം ബില്ലില്ലേ, ഈ പറയുന്ന ആൾക്കാർ എന്തൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര പെണ്ണുങ്ങളുടെ ജീവനം പോയിരിക്കുന്നത്, എത്ര ഈ പറയുന്ന നടിമാരുടെ തന്നെ ആത്മഹത്യ രൂപമുണ്ട്. ശോഭയുടെ ആത്മഹത്യ വന്നിട്ട് KG ജോർജ് ഒരു സിനിമ എടുത്തിട്ട് ബാലമേന്ദ്രയെ ന്യായീകരിക്കുകയും ചെയ്ത. ഇവിടെ എന്തൊക്കെ നടന്നിട്ടുണ്ട്, എത്ര പെണ്ണുങ്ങളുടെ ജീവനം പോയിട്ടുണ്ട്, എത്രയോ കാസ്റ്റിംഗ് കൗച്ച് നടന്നു. ഇപ്പോഴും പാർവതി ആൾക്കാർക്ക് തുറന്നു പറയാൻ പേടിയാണ്. തുറന്നു പറയാൻ ജീവനോട് ഇരിക്കില്ലെന്ന് പറയണം. പാർവതി പറഞ്ഞു എല്ലാവരും പറയും ധൈര്യമുള്ളതാണ്, പക്ഷെ എനിക്ക് ചില പറയാൻ പേടിയാണ്. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആരാധിക്കുന്ന പല വിഗ്രഹങ്ങളും വീഴും. പറയാത്ത കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവനോളം ഭീഷണിയുണ്ട്. ഇതിനു വേണ്ടി തുടങ്ങിയ സംഘടന ഞാൻ അതിനൊന്നും പറയുന്നില്ല. ഞാൻ ഒരു സംഘടനയും ഒരാളെ കുറിച്ച് പറയുന്നില്ല. സിനിമാ ഫീൽഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കള്ളുണ്ട്, പെണ്ണുണ്ട്, ചതിയുണ്ട്, ഡ്രഗ്സ് ഉണ്ട്, എല്ലാ വൃത്തിയോടും ഉണ്ട്. ഒരു സിനിമയിൽ മാത്രമേ മനുഷ്യത്വം കാണിക്കുന്നുള്ളൂ. ഇവർ ജീവിതത്തിൽ അഭിനയിക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഇതെല്ലാം കാണിച്ചു വിട്ട പരിപാടിയിൽ എന്തൊക്കെയാണ് ഗുഡായിസം ഉണ്ട്. എന്താ ഈ സ്ത്രീ വിഷയത്തിൽ നീറ്റായിട്ട് ആരെയാണുള്ളത്? 1-2 ആൾക്കാരുണ്ട്, ബാക്കി എല്ലാവരും കാസ്റ്റിംഗ് കൗച്ച് നടത്തിയവരാണ്. എത്രയോ നടിമാർ കൊണ്ട് ആത്മഹത്യ ചെയ്യണം, അതൊന്നും പറയുന്നില്ലല്ലോ. ഇപ്പൊ നടി ആക്രമിച്ച കേസ് തന്നെ ഇപ്പൊ മീഡിയ കൊണ്ടാണ് പുറത്തു വന്നത്. അതിൽ എത്ര പേര് കുറ്റം ആരോഗ്യപ്പെട്ട ആളാണെങ്കിൽ അയാളെ സപ്പോർട്ടല്ല ചെയ്യുന്നത്. ആ പീഡിക്കപ്പെട്ട ആളെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും വാക്കുകൾ പറയും ഞങ്ങൾ ഹൈരയുടെ ഒപ്പമാണ്, പക്ഷെ എല്ലാ പ്രവൃത്തിയിലെല്ലാം കുറ്റം ആരോഗ്യപ്പെട്ട ആളുടെ ഒപ്പമാണ്. ഇത് പണവും ഇൻവെസ്റ്റ് അടിക്കുക എന്തും ചെയ്യാം. ഇപ്പൊ നടിമാർക്കെതിരെ തുടങ്ങിയ സംഘടന WCC, അങ്ങനെയെങ്കിൽ WCC ഞാൻ ആരും പറയുന്നില്ല. ഇതിന്റെ എല്ലാം ജനങ്ങൾക്ക് തന്നെ അറിയാം എന്തൊക്കെ നടക്കണം. പല വിഗ്രഹങ്ങളും ആരാധ്യ പല വിഗ്രഹവും പൊട്ടിപ്പൊളി പറഞ്ഞില്ലേ. എങ്ങനെ ജസ്റ്റിസ് സേവ കമ്മീഷൻ 63 പേജ് ഡിലീറ്റ് ചെയ്തതാ, എഡിറ്റ് കളഞ്ഞതാ, സ്വകാര്യത. അത് പറയാൻ നോക്കിയാൽ പലതും ഉണ്ട്. എത്ര നടിമാരെ ഞാൻ നടിമാരെ കുറിച്ച് പറഞ്ഞു, നടിമാരെ എത്ര അനുഭവിച്ചിരിക്കുന്നത് ഒരു കാലത്താണ്, ഇപ്പോഴും അനുഭവിക്കുന്നില്ലേ. പാർവതി തിരുവോത്ത് സത്യത്തോട് പറഞ്ഞപ്പോൾ 1.5 വർഷമൊക്കെ സിനിമയിലായിരുന്നു. അപ്പൊ ഇവർക്കെല്ലാം എന്തും കാണിക്കാം. ഇവരുടെ പല കാര്യം എനിക്കറിയാം, പറഞ്ഞു കഴിഞ്ഞ പ്രശ്നം. പിന്നെ അടുത്ത കേസാവാൻ ഉണ്ടായിരിക്കുകയാണ്. ഞാൻ ഇപ്പൊ രജിസ്റ്റേഡ് പലരും പറയുന്ന കാര്യം ജസ്റ്റ് പബ്ലിക്കായിട്ട് പറഞ്ഞു, അത്രയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് സിനിമ ഫീൽഡ് നടക്കുന്നത്. ഡ്രഗ്സിന്റെ പരിപാടി ഇല്ലേ, കള്ളില്ലേ, പെണ്ണില്ലേ, എത്ര ചതി, എത്ര നേരം സ്ക്രിപ്റ്റ് അടിച്ചു മാറ്റുന്നു ആൾക്കാരാണ്. പിന്നെ ആരെ മാന്യമാരുണ്ടോ 1-2 ആൾക്കാരുണ്ടാവും, ബാക്കി എല്ലാവരും ഇങ്ങനെയല്ലേ. എത്ര ഈ ഞാൻ നടിമാരെ കുറിച്ച് ചെയ്തിട്ടുണ്ട്, എത്ര നടിമാര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, എത്ര നടിമാര് ജീവിതവും പോയിരിക്കുന്നു. ലേഖയുടെ മനം ഫ്ലാഷ് ബാക്ക് സിനിമയില്ല, കണ്ടുപോകുക, അത് കാണാം. ഫിലിം ഫീൽഡും പുരുഷാധിപത്യത്തിന് നിറഞ്ഞാണ് എല്ലാ വൃത്തികളും നടക്കുന്ന ഫീൽഡാണ്. എന്നിട്ട് ഇവര് വലിയ നേരിട്ട് കാണുമ്പോൾ അഭിനയിക്കും,
ജീവിതത്തിൽ സിനിമയിൽ വലിയ നല്ല മനുഷ്യരായിട്ട് അഭിനയിക്കും. സിനിമയിലെ പല നായകന്മാരും വില്ലന്മാരാണ് ജീവിതത്തിലുള്ള. സിനിമയിലെ പല വില്ലന്മാരും ജീവിതത്തിൽ നായകന്മാരാണ്. ഇവര് സിനിമയിൽ മാത്രമേ മത്സരത്തിൽ കാണിക്കുള്ളൂ. ഇവർ എത്ര രൂപ ഉണ്ടാക്കുന്നു? ഇവർ അർഹിക്കുന്ന രൂപ ഉണ്ടാക്കുന്ന. എത്ര പേര് ഇവിടെ കഷ്ടപ്പെടുന്നു? അർഹിക്കുന്ന പണമാണ് ഇവര് വാങ്ങിക്കുന്ന. എത്രയോ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, എത്രയോ ലൈനിൽ ആൾക്കാർ, അവരെ ഒന്നും ആരും രാജ്യാന്തര സമീപമാണ് എല്ലായിടത്തും IIT-യിലും IAS-ലും എല്ലാം റാങ്ക് വെച്ച് അതിലൊന്നും ആരും ഒന്നും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ലല്ലോ. ഇവർ ഒരു ആക്ടിങ് ചെയ്യാനറിയാം. അതിനോട് ഇവർ ഇത്ര മുക്കി വെക്കേണ്ട ആവശ്യം എന്താണ്? ഇവരെക്കാട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്? അവരോട് മുക്കി പറയുന്നില്ലല്ലോ, അവരെ ഇന്റർവ്യൂ ചെയ്യുന്നില്ലല്ലോ. ഇവരെന്ത്? ഇവർ ജനങ്ങളുടെ കാശ് ഊറ്റിയെടുത്ത് അവരുടെ കുടുംബത്തിന് ഉണ്ടാക്കി കൊടുക്കുകയാണ് പല ജനറേഷനായിട്ടാണ്. ചാരിറ്റി പറയില്ല ഇവിടെ. സിനിമയുടെ ഒരു സിനിമ മോശമായി കഴിഞ്ഞാൽ റിവ്യൂസിനെ കുറ്റം പറയും, സിനിമ നന്നായിക്കാനൊന്നും പറയില്ല. ഇവിടെ എങ്ങനെയൊക്കെയാ സിനിമ പിടിക്കുന്ന ബ്ലാക്ക് മണി കൺവേർഷനില്ലേ? എന്തൊക്കെയാണ് നടക്കുന്നത്? ഈ പറയുന്ന നടിമാരെ എത്ര നടിമാരുടെ ജീവിതത്തിൽ കളഞ്ഞു തീരുന്നു. വീട്ടിൽ വന്നപ്പോൾ പലരുടെ പേര് വന്നില്ലേ? വീട്ടിലൂടെ പലരുടെ പേര് വന്നില്ലേ? സിനിമാക്കാർക്ക് എന്തും അവർക്ക് കാശിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്, അതുകൊണ്ട് എന്തും കാണിക്കാം. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇപ്പൊ ഈ 2 ആഴ്ച മുന്നേ തന്നെ ഒരു മൈൽ സ്റ്റോൺ മേക്കേഴ്സ് തന്നെ ചാനലിൽ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഇന്റർവ്യൂ കൊടുത്തിട്ട് ചാനലിൽ ആങ്കർ വിളിച്ചെടുത്തിട്ട് നേരത്തെ പറഞ്ഞു പ്രൊവോക്കിംഗ് ഇന്റർവ്യൂ ആണ് പറഞ്ഞു. നേരത്തെ പറഞ്ഞു അവർ അങ്ങനെ ആ ടൈപ്പ് ഇന്റർവ്യൂ അവർ പറഞ്ഞത് അതേപോലെ അവർ നടത്തിയത്. അതിൽ യാതൊരു കുഴപ്പമില്ല. മുന്നേ തന്നെ പ്ലാൻഡ് ആയിരുന്നു. പ്ലാൻഡ് എന്നല്ല, എന്നോട് നേരത്തെ പറഞ്ഞു അങ്ങനത്തെ പ്രൊവോക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നു പറഞ്ഞു. പ്രൊവോക്കിംഗ് ഇങ്ങനെ നെഗറ്റീവ് ആയിട്ട് കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നു പറഞ്ഞു. അത് ഇപ്പൊ കരൺ താപ്പർ അങ്ങനത്തെ വലിയ ആൾക്കാരുടെ ഇന്റർവ്യൂ അങ്ങനെയാണ്. അത് എനിക്ക് നേരത്തെ അറിയായിരുന്നു. അതിന് പ്ലാൻഡ് അല്ല, നേരത്തെ പറഞ്ഞു ഇങ്ങനെ ആയിക്കോന്നു. എനിക്കല്ല കുഴപ്പമില്ല, അവർ അൺകംഫർട്ടബിൾ ആയിട്ട് ചോദ്യം ചോദിച്ചിട്ടില്ല. പക്ഷെ ഇത് എന്താണ് സന്തോഷ് വർക്കിയുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിലും വെറുതെ ആർഗ്യൂ ചെയ്യാൻ വേണ്ടിട്ട് സംസാരിക്കുന്ന അതുണ്ടാവും. അവരുടെ മോട്ടീവ് അതായിരുന്നു. അവര് സപ്പോർട്ട് ചെയ്യാനല്ല സംസാരിച്ചത്. അവരങ്ങനെയാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൊവോക്കിംഗ് ആയിരിക്കും പറഞ്ഞു. പ്രൊവോക്കിംഗ് ആയിരിക്കും പറഞ്ഞു. ഇങ്ങനെ പ്രകോപിക്കുന്ന ആളെ ചോദിക്കലോ, നെഗറ്റീവ് മാത്രം എടുക്കലോ, അതിന് കുഴപ്പമില്ല. അതല്ല അവര് നേരത്തെ പറഞ്ഞ അത് മാധ്യമ എനിക്ക് യാതൊരു കംപ്ലൈന്റും ഇല്ല അവരുടെ കേസിൽ. പേയ്മെന്റ് ഒന്നും വാങ്ങിച്ചില്ല. ആങ്കർ നേരത്തെ ആങ്കർ ചോദിച്ചില്ല, യാതൊരു കുഴപ്പമില്ല. നേരത്തെ പറഞ്ഞു. ആ ഇന്റർവ്യൂവിന് ശേഷം ആങ്കറിന്റെ ഒരു സ്റ്റാൻഡേർഡ് പോയി എന്നാണ് പലരും പറയുന്നത്. അതിന് കമന്റ്സ് എനിക്ക് അത്രയും പറയാനുണ്ട്. ഞാൻ അതല്ല ലാലേട്ടൻ മികച്ച നടനാണ് പറഞ്ഞത് വളരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. മമ്മൂട്ടിക്കാട് മികച്ച നടനാണ് ലാലേട്ടൻ പറഞ്ഞത് വളരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് കുറെ നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ പല ഇന്റർവ്യൂ ഞാൻ പല ചാനലിൽ പോകുമ്പോൾ ആൾക്കാർ പറയും മമ്മൂട്ടി നോക്കി പറയാൻ പറയും, മോഹൻലാലിനെ താഴ്ത്തി പറയാൻ പറയും. ഇപ്പൊ മമ്മൂട്ടിയുടെ ചില ആക്ടേഴ്സ് ഉണ്ട്, ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ വേറെ വിവാദം. ചില ആക്ടേഴ്സ് മമ്മൂട്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ആരും മമ്മൂട്ടി കുറ്റം പറയില്ല. മോഹൻലാൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും മോഹൻലാലിനെ അറ്റാക്ക് ചെയ്യാണ്. ആക്ടിംഗ് വയസ്സായാലും ഡെഡിക്കേഷൻ എടുത്താൽ ലാലേട്ടൻ തന്നെയാണ് ആദ്യം. പേഴ്സണലി ചിലപ്പോൾ മമ്മൂട്ടിയൊക്കെ നല്ലത്. അത് പറഞ്ഞത് പലർക്കും ഇഷ്ടപ്പെട്ടില്ല. എന്റെ അഭിപ്രായം ഞാൻ പറയുന്നത്. ഓക്കെ.